ഹലോ ഗൈസ്, എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആയി വീഡിയോസ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 വീക്സിന് പുറത്തായിട്ട് വീഡിയോസ് ചെയ്തിട്ട്. അതിന് മുമ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്കിൽ 1 or 2 വീഡിയോസ്, അല്ലെങ്കിൽ 1 വീക്ക് ഒരു വീഡിയോസ് തന്നെ ചെയ്ത് പോന്നിരുന്ന. ഇപ്പോൾ കുറച്ച് വീഡിയോസ് കുറഞ്ഞ്. ഇപ്പം മറ്റേ നമ്മൾ വലിയ വലിയ ബ്ലോഗർമാർ പറയുന്ന പോലെ ഒരു 10-200 ആൾക്കാർ എന്നോട് ചോദിച്ചു എന്താണ് വീഡിയോ ചെയ്യാത്ത. പക്ഷേ എന്നോട് ആരും ചോദിച്ചില്ല കേട്ടോ. പക്ഷേ എന്നോട് ചോദിച്ച് ഒരു 2-3 നമ്മളെ റിയൽ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിലെ. ഒരു ചോദിച്ച് വീഡിയോ എന്താ ചെയ്യാത്തത്. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, യൂട്യൂബിൽ വീഡിയോസ് എല്ലാം കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒരാൾ മെസ്സേജ് അയച്ചത് ഇപ്പോൾ ഓഗസ്റ്റ് 4 എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ ഇപ്പോൾ ഇന്നാണ് കാണുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിലെ എവിടെയോ മെസ്സേജിൽ കിടക്കുകയായിരുന്നു. ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആൾക്ക് ഇന്ന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട്, പുതിയ വീഡിയോസ് വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഔട്ട്ഡോർ വീഡിയോസ് ഒന്നും ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. ഏത് GCC കൺട്രി എടുത്താലും ഒമാൻ ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും അറിയാം, ഒമാനിൽ നല്ല ക്ലൈമറ്റാണ്. ഗരീബ് സീസൺ സ്റ്റാർട്ടായിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ കൺട്രികളിലും അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് വീഡിയോ എടുത്താൽ നമുക്ക് ഫുള്ളാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ഫുള്ള് സ്വെറ്റായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. കാരണം വെച്ചാൽ ഞാൻ 2 വീഡിയോസ് ഓൾറെഡി എടുത്തിച്ചു കൊടുത്തു. ഒന്ന് നമ്മൾ 50 ദിർഹംസിന് ദുബായിൽ എന്ത് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ധൈര്യത്തിൽ പോയിട്ട് എടുത്തിരുന്നതിന്. അതുപോലെ തന്നെ JBRൽ പോയൊരു വീഡിയോ ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ടാസ്ക് ആയിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഞാനൊരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. എന്താ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ലിവിങ് ആസ് എ മലയാളി ഇൻ ദുബായ്, ദ ഗുഡ് തിങ്, ദ ബാഡ് തിങ് ആൻഡ് ദ ട്രൂത്ത്. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എത്ര ആൾക്ക് ഓരോരുത്തർക്കും ഓരോതായ അഭിപ്രായങ്ങളും ഓരോരുത്തരുടെ അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അനുഭവങ്ങളുള്ള ആൾക്കാർ അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മളെ കമൻറ്റിൽ അറിയിക്കണം. കാരണം വെച്ചാൽ പുതിയ സ്റ്റെപ്പ് എടുത്തിട്ട് 2025 ശേഷം ഇവിടെ UAE വരാൻ വരുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും നമ്മളൊരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഡയറക്റ്റ് വീഡിയോസിൽ പോവാം. നമ്മളിപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഒന്ന് ഇൻകം ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ദുബായ്, പിന്നെ അടുത്ത് മലയാളി കമ്മ്യൂണിറ്റി, പിന്നെ ആൻഡ് സേഫ്റ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഈ 3 സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഗുഡ് തിങ്ങിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇൻകം ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്നതിൽ ഞാൻ പറയാൻ നോക്കുന്നത്, ഇവിടുത്തെ ദുബായിലുള്ള GCC കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള UAEയിലാണ്. അഥവാ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾ, ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള 2 മില്യൺ മലയാളികൾ ഇന്ത്യക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അതിന് ഏറ്റവും കൂടുതലുള്ള മലയാളികളാണ്. നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ തന്നെ ഇവിടെ ഒരുപാട് ജോലി അന്വേഷിച്ച് ഇവിടെ വരാൻ കാരണം മെയിൻ കാരണം എല്ലാവർക്കും പെട്ടെന്ന് ജോബ് കിട്ടാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് ഒന്ന് UAE. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് സമയത്ത് വന്നാലും ചില ആൾക്കാർ വന്നിട്ട് 1-2-3 വിസിറ്റിംഗ് അടിച്ചിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഹൈലി ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരും ചിലപ്പം ഈ പഠിച്ച ജോലിയില്ല, വേറെ ജോലികൾ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാണോ, വൈറ്റ് കോളർ ജോബ് എന്നല്ല, ഏത് ജോലി ചെയ്യാൻ തയ്യാറായി വരുന്ന ആൾക്കാർക്ക് എന്തായാലും ദുബായിൽ ജോലി എന്തായാലും കിട്ടും. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം ഇൻകം, സാലറി. ഇവിടുത്തെ പിന്നെ ലേബർ ലോകളായാലും ഏത് കാര്യങ്ങളായാലും കറക്റ്റ് പേയ്മെൻറ്റ്, സാലറിയുടെ കാര്യങ്ങൾ കറക്റ്റാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ അത് കിട്ടാൻ, അത് മേടിക്കാനുള്ള റൂൾസുകൾ വരെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ മലയാളി കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റി, ഓരോ എമിറേറ്റുകളിലും 10-20 മലയാളി കമ്മ്യൂണിറ്റികളാണ്. നമ്മളെ പാർട്ടി ബേസിലുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുകൾ, അത് ഓരോ എമിറേറ്റിൽ, ഫുജൈറയിൽ, ഞാൻ നിൽക്കുന്നത് ഫുജൈറയിലുണ്ട്, ഷാർജയിൽ, ഉമ്മുൽ ഖുവൈൻ, അജ്മാൻ, ഓരോ എമിറേറ്റുകളിലും അങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റികളുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ സേഫ്റ്റിയും ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാജ്യത്ത് തരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈലി പ്രീമിയം സെറ്റപ്പുകളാണ് നമുക്ക്. ഇന്ന് റോഡിൻ്റെ കാര്യത്തിലായാലും സേഫ്റ്റിയുടെ കാര്യത്തിലായാലും. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് പെഡസ്ട്രിയന് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വണ്ടിയിൽ വരുന്ന ആൾ സ്റ്റോപ്പ് ചെയ്തോണം, ഇല്ലെങ്കിൽ ആൾക്ക് ഫൈനാണ്. അത്രയും സേഫ്റ്റിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ സേഫ്റ്റിയുടെ വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി ജോലിക്ക് 2 മണിക്ക് രാത്രി ജോലി പോകുന്ന നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ലേഡി രാത്രി 2 മണിക്ക് തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത ഒരു ഫാർമസി വർക്ക് ചെയ്യുന്ന നടന്നു പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ബാഡ് കമൻറ്റ് അടിക്കാനോ വെറുതെ വായി നോക്കാനോ ഈ പരിപാടിക്കൊന്നും നിൽക്കില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ ലോ അത്ര സ്ട്രിക്റ്റാണ്. ആ കാര്യം കൊണ്ട് നമുക്ക് ദുബായ് നമ്പർ 1 ആണ്. ഈ സേഫ്റ്റി, ലൈഫ് സ്റ്റൈൽ എല്ലാം കൊണ്ടും. അതുപോലെ നമുക്ക് ഇൻകം ആയാലും വരുമാനം കിട്ടുന്ന രീതിയിലായാലും അതിന് ടാക്സ് ഇല്ല.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ, പിന്നെ ഇവിടെ മലയാളി കമ്മ്യൂണിറ്റി ഇഷ്ടം, എവിടെ നോക്കിയാൽ നമുക്ക് മലയാളി കമ്മ്യൂണിറ്റികളില്ലാത്ത സ്ഥലങ്ങളുണ്ടാവില്ല, പ്രത്യേകിച്ച് ഇത് UAE. അപ്പോൾ ഗുഡ് തിങ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇതിൻ്റെ ബാഡ് തിങ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നാട്ടിൽ നിന്ന് വിട്ടു പോരുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങൾ, കാരണം നമ്മൾ ചെറുതായ നാടും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട് സർക്കിളെല്ലാം അവിടെയാണ്. അപ്പോൾ അവിടുന്ന് വിട്ടു പോരുമ്പോൾ ലോൺലിനെസ് ഭയങ്കരമാണ്. നമ്മൾ സ്റ്റാർട്ടിങ് ഞാനൊക്കെ വന്ന സമയത്ത്, നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നാട്ടിൽ ഫ്രണ്ട്സായിട്ട് കളിച്ച് ഇറങ്ങി നടക്കുന്ന സമയമാണ്. ഇവിടേക്ക് വന്നപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മളിപ്പം തൊട്ട റൂം ഒപ്പം കിടന്ന് ബെഡ് ഷെയർ ചെയ്യുന്നവർ, അപ്പുറം ബെഡ് ഷെയർ ചെയ്യുന്ന റൂം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ആ റൂം ഷെയർ ചെയ്യുന്ന അപ്പുറത്തെ ബെഡിലുള്ള എനിക്ക് പനിച്ച് കിടക്കുകയാണെങ്കിൽ അവന് കുറച്ച് നേരം നമ്മൾ ഹോസ്പിറ്റലിൽ വരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഡേ അവനും ജോലിക്ക് പോകണം. നമുക്ക് സുഖമില്ലാന്ന് വെച്ചാൽ അവന് എത്ര ദിവസം ജോലിയിൽ പോകാൻ നിൽക്കാൻ അങ്ങനത്തെ പരിപാടികളൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ലോൺലിനെസ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ആയിട്ട് നമുക്ക് ഫ്രണ്ട്സാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സായി ആ രീതിയിലേക്ക് മാറും. പിന്നെ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റികൾ, അസോസിയേഷൻസ് ഇതിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഫ്രണ്ട്സായി കളിക്കാൻ പോക്ക്, വീക്കെൻഡ് വൈബ്സ് അങ്ങനെയൊക്കെ ആയി പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ലോൺലിനെസ് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. വേറെ സംഭവം എന്ന് വെച്ചാൽ കൾച്ചറൽ ഷോക്ക്. കൾച്ചറൽ ഷോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പല രാജ്യത്ത്, ഏകദേശം 194 രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ UAE ജോലി ചെയ്യുന്നു, താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വന്നതും താമസിച്ചൊക്കെ മലയാളികളെ കൂടെ, നമ്മളെ കസിൻസിൻ്റെ കൂടെ ഒക്കെ ഒക്കെ ഞാൻ മലപ്പുറക്കാരാണ്, മലപ്പുറത്തുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പല ആൾക്കാരും ആരും ഫാമിലീസ്, റിലേറ്റീവ്സിൻ്റെ ആൾക്കാർ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിസിറ്റ് അടിച്ച് കയറി പോന്നിട്ട് ഇവിടെ പാകിസ്ഥാനികളുടെ കൂടെ, ബംഗ്ലാദേശിൻ്റെ കൂടെ, വേറെ പല രാജ്യങ്ങളുടെ റൂം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഭയങ്കര ബാരിയറാക്കണം. അതുപോലെ അവരുടെ നമുക്ക് ഫുഡ് കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ ഒരു വേറെ രാജ്യത്തുള്ള ആൾക്കാരായിട്ട് നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ നമുക്ക്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളത് ഗ്രാജുവലി നമ്മൾ അതിലേക്കായിട്ട് വരും. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സെയിം ടൈമിലാണ് വർക്ക് പ്രഷർ. കാരണം വെച്ചാൽ ജോലിക്ക് പോകുമ്പം ഇവിടെ പ്രത്യേകിച്ച് ഞാനൊക്കെ ജോലിക്ക് വന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ലീവും. അപ്പം സാറ്റർഡേ ടു നെക്സ്റ്റ് തേഴ്സ്ഡേ 8 to 5 കണ്ടിന്യൂസ് വർക്കാണ്. ജോലി കഴിഞ്ഞാൽ ഒരു ദിവസം ലീവ് കിട്ടണമെന്ന് നൈറ്റിൽ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, നെക്സ്റ്റ് ഡേ നന്നായിട്ട് കടന്നുറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, നെക്സ്റ്റ് ഡേ പിന്നെ ജോലിക്ക് പോവുക. അങ്ങനെ ഒരു സർക്കിള്, ഒരു സെയിം സംഭവം തന്നെ ഇതന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. പിന്നെ നമുക്കൊരു ലീവ് കിട്ടുക വെച്ചാൽ നാട്ടിൽ പോകുന്ന സമയത്താട്ടോ. ഇങ്ങനത്തെ കുറച്ച് ബാഡ് തിങ്സുകളാണ് നമുക്ക്. ബാഡ് തിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മിസ് ചെയ്യും, നാട്ടിലുള്ള കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം വെച്ചാൽ ഒന്നാമത് നമ്മൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുമ്പോഴുള്ള ആ മിസ്സിങ് ഭയങ്കര തന്നെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും ഭയങ്കര മിസ്സിങ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ, വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും ഒരിക്കലും നമ്മളിവിടെ ദുബായിൽ UAE നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ഫുഡുകളും ഉണ്ടാവും, കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിൽ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാരുണ്ടാക്കുന്ന ഫുഡൊന്നും ഒരിക്കലും നമുക്ക് ഇവിടെ കിട്ടില്ല. അത് ഭയങ്കര മിസ്സിങ് തന്നെ ആവും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യം പറഞ്ഞാൽ ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല കിടിലം മഴ, പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനമാണ് മഴ. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ UAE എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. ഈത്തപ്പഴം എടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂട്. ആ ചൂട് രാവിലെയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ വരെ പറ്റും. അത്രയും ടാസ്ക്, ഭയങ്കര ചൂടാണ്. 48 ഡിഗ്രി 49 ഡിഗ്രി ചൂട്. ആ വെള്ളം എത്ര ചൂടുണ്ടാവും, അതിങ്ങനെ കടന്ന് ചൂടില്ല. ആ പൈപ്പ് എടുക്കുന്ന വെള്ളം, അതൊക്കെയാണ്. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പോൾ അതാണ് ഒരു ബാഡ് തിങ് എന്നുള്ള എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ ദ ട്രൂത്ത് എന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഫുഡ്. ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ഫുഡ്, ഹോം സിക്നെസ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോഴും നമുക്കുണ്ടാവും. ഇപ്പോഴും എനിക്ക് ഈ 8 വർഷമായിട്ടും ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫാമിലി ഇപ്പം അൽഹംദുലില്ലാ എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ബാച്ചിലറായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഫാമിലിൻ്റെ ഭയങ്കര മിസ്സിങ്ങിന്. എന്നാലും ഉമ്മയും നാട്ടിൽ തന്നെയാണ്. പിന്നെ വേറെ സംഭവം കൂടി നമുക്ക് മിസ് ചെയ്യുന്നത് വെച്ചാൽ നാട്ടിലുള്ള പരിപാടികൾ, ബർത്ത്ഡേകൾ, കല്യാണങ്ങൾ, നിക്കാഹുകൾ, അതേപോലെ പിന്നെ ഓരോ പാർട്ടികൾ, എന്തൊക്കെ പരിപാടി, അതേപോലെ ഉത്സവങ്ങൾ. എനിക്കറിയാം, എൻ്റെ മുമ്പ് തൃശ്ശൂരിൻ്റെ റൂമിലുണ്ടായിരുന്ന ആളുണ്ടായിരുന്നു. ആൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിൽ പോകും. കാരണം വെച്ചാൽ അത്ര ആൾക്ക് ചെറുതായെന്ന് മുതലേ ഇത്ര വയസ്സ് വരെ ആൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ആളായിരുന്നു. പക്ഷെ അയാൾക്ക് ഭയങ്കര മിസ്സിങ്ങിന്. പക്ഷേ അയാൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 1-2 മാസം അയാളെ മനസ്സിൽ അതിങ്ങനെ കിടക്കും. പിന്നെ ജോലിക്ക് പോകുമ്പോഴും ഒരു എനർജി ഉണ്ടാവില്ല, ഒക്കെ ഒരു നെഗറ്റീവ് വൈബാവും. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യട്ടെ. നമ്മളെ വീടെപ്പോഴും നമുക്ക് തിരിച്ച് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ. കാരണം വെച്ചാൽ പിന്നെ നമുക്ക് അത് മറക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കില്ല. കാരണം വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ നാട്ടിലെ അത്യാവശ്യം ഗ്രൂപ്പുകൾ, ഫാമിലി ഗ്രൂപ്പുകളൊക്കെ നമ്മളുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ നിന്ന് കല്യാണ ഫോട്ടോസ് അതൊക്കെ കാണുമ്പോൾ നമ്മളെ
എന്താ പറയുക, നമുക്ക് ഭയങ്കര മിസ്സിങ് ആക്കണം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ മാസം അവസാനമാകുമ്പോൾ അടുത്ത മാസം സ്റ്റാർട്ടിങ് ശമ്പളം വരും. അത് ശമ്പളം വീകുമ്പോൾ ആകെയുള്ളൊരു സമാധാനമാണ്. അതിൻ്റെ പുറത്താണ് നമ്മളൊക്കെ ഇവിടെയൊക്കെ പിടിച്ചു നിന്നിട്ട് പോകുന്നത്. പിന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നാട്ടിലുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇവിടെ നിന്നാലേ നടക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇപ്പം നാട്ടിൽ അത്യാവശ്യം നല്ല ജീവിക്കാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളുണ്ട്, നല്ല വരുമാനം കിട്ടുന്ന മാർഗ്ഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും പ്രവാസിയായിട്ട്, പ്രത്യേകിച്ച് ജി സി ഏത് കൺട്രിയിലേക്കും പോകില്ല. GCC കൺട്രി ഇവിടുന്ന് ഞാൻ ദുബായിൽ നിന്ന് GCC കൺട്രിയിലെ ദുബായിനെ കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാനും ഒരു 3.5 മണിക്കൂർ 3.25 മണിക്കൂറിന് നമുക്ക് നാട്ടിലേക്ക് എത്താം. അതുപോലെ തിരിച്ചു പോരാം. അങ്ങനത്തെ ഭയങ്കര ആക്സിലർ സ്ഥലമാണ് ദുബായ്. അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ അനുഭവങ്ങളിൽ എനിക്കുള്ളത്. അപ്പോൾ ഇനി പുതിയ വരുന്ന ആൾക്കാരും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് മൈൻഡ് സെറ്റാക്കിയിട്ട് വരിക. നമ്മളിപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വിട്ട് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എനിക്ക് വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് വന്ന സമയത്ത് എൻ്റെ ഇക്കാക്ക അവിടെ ഉണ്ടായിരുന്നു, ഫൈസൽക്ക. ഇക്കാക്കളുകൊണ്ട് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇക്കാക്ക എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്സോ ഫാമിലീസോ ഒരാളും ഇല്ലാത്ത ഒരാൾ ഒറ്റയ്ക്ക് വിസിറ്റിങ്ങിനായിട്ട് കയറി വരുന്നതാണെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ദുബായ് ഇപ്പം ഭയങ്കര ഒരു ഹെവനാണ്, അതേപോലെ ഒരു ഹെല്ലാണെന്നും ഇപ്പോൾ രണ്ടും എനിക്ക് പറയാം, ഒരു മിക്സാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് ദുബായിലേക്ക് വരണം, ഒരു ജോലി ചെയ്യണം, നല്ല ശമ്പളത്തിൻ്റെ ജോലി കിട്ടണം, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലുറപ്പിക്കാം. നമുക്ക് വരുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടും, നല്ല ജോലി ചെയ്യാൻ പറ്റും, ഒരു ഗെയിനും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സുള്ള ഇതൊരു ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ജോലി ചെയ്ത് പോകാൻ പറ്റും. അൽഹംദുലില്ലാഹ് ഞാൻ നന്നായിട്ട് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്. ഞാൻ കുറച്ച് കാലം ഫാമിലി ഇല്ലാതായിരുന്നു. ഇപ്പോൾ 2 വർഷത്തിനടുത്തായിട്ട് ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഗൾഫിലുള്ള ഇവിടെ UAE അല്ലെങ്കിൽ ഏതെങ്കിലും GCC കൺട്രികളിലുള്ള ആൾക്കാരാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നൊക്കെ നമ്മളെ കമൻറ്റിലിടാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു വരുന്ന 2025 അല്ലെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം വരുന്ന ഒരാൾക്കാർക്ക് ഇത് വീഡിയോ കണ്ടിട്ട് ബെനിഫിറ്റ് ആണെങ്കിൽ അവർക്ക് ജോലിക്ക് വരുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടും. പിന്നെ അത്രയും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെ കുറേ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ വീഡിയോ ചെയ്യാൻ ചൂടിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും. ഓക്കെ, കീപ്പ് ഇൻ ടച്ച്.